എല്ലാ കുട്ടികൾക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അധ്യയന വർഷം നല്ല ഒരു ആരോഗ്യവും സന്തോഷവുമുള്ള ഒരു അന്തരീക്ഷം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ. യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളിൽ നല്ല ആരോഗ്യവും സന്തോഷവും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ പാരൻസും അധ്യാപകരും നമ്മുടെ സമൂഹവും ഇത് ഇടയ്ക്ക് നോക്കേണ്ട കാര്യമുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക, സന്തോഷമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന് തന്നെയാണ്. എന്നാൽ നമ്മൾ അതിൽ നിന്ന് മാറിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നേടുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് പറയാം. കാരണം ഇനിയും നമ്മളെ ലക്ഷ്യത്തിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെ ഇപ്പോഴെങ്കിലും നമുക്ക് ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? അതിൻ്റെ സമയം വളരെ കൂടുതലായി അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ കുട്ടികളിൽ അവർ ഓരോരുത്തരും മികച്ച ഒരാളാണെന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പല സബ്ജക്റ്റുകൾ ഇങ്ങനെ പഠിപ്പിക്കുക. അത് എന്തിനാണ് പഠിക്കുന്നതെന്ന് പോലും ആ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് എന്തിനാണ് വിദ്യാഭ്യാസം എന്നുള്ള ശരിയായിട്ടുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ കാര്യം കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുപോകണം. പിന്നെ അതിന് ടീച്ചേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വീട്ടിൽ പാരൻസിന് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് അവരെ മനസ്സിലാക്കി എടുക്കാനും പറ്റും. പിന്നെ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണെങ്കിലും ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള ഈച്ച് വൺ ഈസ് യുണീക്ക് എന്ന് പറയും. അതായത് ഓരോരുത്തരും യുണീക്കാണ്, ഓരോരുത്തരും വ്യത്യസ്തമാണ്. എന്നാൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മം നിർവഹിക്കാനുണ്ട്. കാരണം അങ്ങനെ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ നമ്മളെ ഈ ലോകത്തേക്ക് ഓരോരുത്തരെയും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കാര്യം മനസ്സിലാക്കുക. ഈച്ച് വൺ ഈസ് യുണീക്ക് എന്ന് നമ്മൾ ഓരോ ദിവസവും പറഞ്ഞ് പഠിക്കണം. കാരണം നമുക്കെല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വ്യത്യസ്ത കഴിവുകളും ഗുണങ്ങളുമുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ കാലത്ത് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നതിലാണ് കേരളത്തിൽ ഒരുപാട് ശ്രദ്ധ. എന്നാൽ ട്യൂഷൻ മാത്രം കൊണ്ട് ഒരു കുട്ടി ഒരുപാട് വലിയ മികച്ച ഒരാളായിട്ട് മാറില്ല. അപ്പം അതിൻ്റെ കൂടെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രശ്നങ്ങളെ അവന് നേരിടാൻ അവൻ്റെ മനസ്സിനെ പ്രാപ്തനാക്കുക. അതിന് നല്ല ഒരു ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഒരു ടീച്ചറായിട്ട് റിട്ടയർ ചെയ്ത കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് നമ്മുടെ കുട്ടികളിൽ ഒരു എനർജി ലെവൽ കുറവാണ്. എനർജി ലെവൽ കുറവാണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്തിന് ഇങ്ങനെ ഓരോ പീരീഡും അവർ അങ്ങനെയുള്ള ഒരു സമീപനമാണുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്തിന് എന്നും ഉള്ളത് ഒരു തോന്നൽ ആദ്യം കുട്ടികളിൽ നിന്ന് മാറ്റി കൊടുക്കാൻ കഴിയണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്. അതിന് പറ്റിയ ഓരോ സാഹചര്യമായിരിക്കണം ഓരോ ടീച്ചേഴ്സും അവരവരുടെ ക്ലാസ്സുകളിലൂടെ കൊണ്ടുവരേണ്ടത്. അതായത് നമ്മുടെ ഒരു ജീവിത രീതി എന്ന് പറയുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ കുറേ ബിസി ആയിട്ട് നമ്മുടെ ശരീരവും മനസ്സിനെയും ശ്രദ്ധിക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ശരീരത്തിന് ശ്രദ്ധിക്കുന്ന എപ്പോഴും ഒരു അസുഖം വരുമ്പോൾ മാത്രമാണ്. എന്നാൽ അസുഖം വരാതെ തന്നെ ആ ശരീരത്തെ വളരെ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ആ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കുകയും മനസ്സിന് ആവശ്യമുള്ളത് കൊടുക്കുകയും ചെയ്യുമ്പോൾ നല്ല മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ജനതയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മുടെ ഇന്നത്തെ കുട്ടികൾ നോക്കി എനിക്ക് തന്നെ ഞാൻ ഒരു ക്ലാസ് ടീച്ചറായിട്ടൊക്കെ ഞാൻ 10-25 വർഷം ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബാഗൊക്കെ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ തലവേദനയ്ക്കുള്ള മരുന്നുണ്ടാവും.
അപ്പോൾ തലവേദന എന്ന് പറയുന്ന കുട്ടി ഉടനെ തന്നെ ബാഗെടുത്ത് മരുന്ന് കഴിക്കുന്ന ഒരു ശീലം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ? അപ്പോൾ പാരൻസ് അങ്ങനെ കൊടുത്തു വിടുന്നത് കൊണ്ടല്ലേ. നമ്മൾ ഈ ഒരു ചെറിയ വേദനയൊക്കെ നമ്മൾ സഹിക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. എന്തെങ്കിലും വരുമ്പോഴേക്കും നമ്മൾ മരുന്ന് കഴിച്ചു, അപ്പോൾ നമ്മൾ ആ മരുന്നിന് അടിമയാവുകയാണ്. അപ്പം അങ്ങനെ മരുന്ന് കഴിച്ച് നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും വരുമ്പോഴേക്കും മരുന്നുകളെ ആശ്രയിക്കുന്ന ഒരു രീതിയുണ്ട്. അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാത്തിനും മരുന്ന് കൊടുത്തു വിടുന്ന ഒരു രീതി പാരൻസും മാറ്റിയെടുക്കണം. പിന്നെ കുറേയൊക്കെ വേദനകൾ സഹിക്കാൻ നമുക്ക് കുറച്ച് പഠിക്കണ്ടേ. ആ പഠിക്കേണ്ട കാലം തന്നെയാണ് വിദ്യാഭ്യാസ കാലം. പിന്നെ നല്ല ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം രീതി ഉണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. അപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ബ്രഷൊക്കെ ചെയ്ത് കുളിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ജോഗിങ്ങോ കുറച്ച് നടത്തമോ അല്ലെങ്കിൽ കുറച്ച് യോഗയോ ഓരോരുത്തർക്ക് സൗകര്യം പോലെ അവരവരുടെ ജീവിതത്തിൽ ഏതാണോ സൗകര്യം അത് നമ്മൾ ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് ഒരു നല്ല ജീവിത രീതി ഉണ്ടാവുകയും ആ കുട്ടിയുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാൻ അവൻ പ്രാപ്തനാവുകയും ചെയ്യും. കാരണം നല്ല ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ രോഗങ്ങൾ അധികം വരില്ല. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ജലദോഷം അലർജിയൊക്കെ ഉള്ള കുട്ടികളെ നമുക്ക് കാണാം. തലവേദന എപ്പോഴും ഉള്ള കുട്ടികളെ കാണാം. അപ്പം ഇതൊക്കെ അവൻ്റെ പഠനത്തെയും ബാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീടുകളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാറ്റിയെടുക്കാം. കൂടുതൽ നേരം മൊബൈലിൽ സ്പെൻഡ് ചെയ്യാതെ കുറച്ചും കൂടെ നല്ല ഒരു എന്താ പറയുക രീതിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പാരൻസ് വരികയാണെങ്കിൽ കുട്ടികളും കാലക്രമേണ അതിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ പാരൻസിൻ്റെ കുറേ ജോലിയുണ്ട്. എല്ലാത്തിനും നമ്മൾ ടീച്ചേഴ്സിനെ മാത്രം പറയാനും പറ്റില്ല. പിന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് നമ്മൾ അധ്യാപകർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മളെപ്പോഴും ഈ സിലബസിൽ ഒരുപാട് സ്റ്റിക്ക് ചെയ്യുന്ന ടീച്ചർമാരാണ് നമ്മൾ കൂടുതൽ പേര് അങ്ങനെയാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ സിലബസ് ഇങ്ങനെ ഇത്ര തന്നെ വേണം, ഇത്ര പഠിപ്പിച്ചെടുക്കണം എന്നുള്ള ആ ഒരു കർശനമായ ആ ഒരു രീതി മാറണം. കാരണം സിലബസ് എത്ര കവർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കുട്ടി നല്ലതാവില്ല. അപ്പോൾ ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു ആരോഗ്യത്തിന് കുറേ സിലബസ് ഇങ്ങനെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതിലല്ല കാര്യം. നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ അവന് താല്പര്യം ഉണ്ടാവണം. അപ്പോഴേ ആ കുട്ടി ഇഷ്ടത്തോടു കൂടി ഓരോ പീരീഡും ഓരോ ടീച്ചറെയും കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ടീച്ചർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ലോസ്, പ്രിൻസിപ്പിൾസ്, നിയമങ്ങൾ, ഇപ്പോൾ ഞാൻ തന്നെയാണ് കെമിസ്ട്രി ആണെങ്കിൽ കുറേ തിയറീസ് ഇങ്ങനെ പറയുമ്പോൾ അത് ഡ്രൈ ആയിരിക്കും. അപ്പോൾ അതിന് പകരം ഏതൊരു ടഫായിട്ടുള്ള ഒരു തിയറി പഠിപ്പിക്കാനും നല്ല ഒരു ടീച്ചർക്ക് കുറേ പ്രകൃതിയിൽ നമ്മൾ ചുറ്റും കാണുന്ന കുറേ അനുഭവങ്ങളുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലെങ്കിൽ അങ്ങനെ കഴിയണം. അതിനായിരിക്കണം നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് എത്രയോ വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ടീച്ചർമാർക്കും നമ്മുടെ ഈ ഒരു കാര്യത്തിൽ വിചാരിക്കുന്ന ആ ഒരു കാര്യം നടക്കുന്നില്ല. എന്നാൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ടീച്ചേഴ്സിന് പരിശീലനം നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അത് ക്ലാസ് റൂം സിറ്റുവേഷൻസിൽ വരുമ്പോൾ അതിൻ്റെ ഫലം, അതെന്താണോ ആഗ്രഹിക്കുന്ന ആ ഫലം ഒരു 40% പോലും നേടുന്നില്ല എന്ന് വളരെ ഖേദപൂർവ്വം എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മളിത് നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്, കണ്ടിട്ടുണ്ട് പല അവസരങ്ങളിലും. അങ്ങനെ കുട്ടികൾക്ക് നമുക്ക് താല്പര്യം ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആ ക്ലാസ് റൂം സിറ്റുവേഷൻസിന് നമുക്ക് കുറച്ചും കൂടെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഓരോ കുട്ടിയും വളരെ താല്പര്യത്തോടു കൂടി ക്ലാസ്സിൽ വന്നിരിക്കുകയും അതുപോലെ അതിന് അവൻ്റെ ജീവിതത്തിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ പാരൻസുമായിട്ട് ആലോചിച്ച് നമ്മൾ സ്കൂളുകളിൽ കുറേ എന്താ പറയുക, ഈ പഠനത്തിൽ നിന്ന് മാറിയിട്ട് കുറേ സമയം ഈ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടി കുറേ സമയം മാറ്റി വയ്ക്കേണ്ടതുണ്ട്.
അത് അത് ചെയ്താൽ മാത്രമേ കുട്ടികൾ പിന്നെ എന്താണോ നമ്മുടെ വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് എത്തും. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പിന്നെ ഒരു തിയറി പഠിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ ഒരു നിയമം, ഒരു ലീ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് പ്രകൃതിയിലെ കുറച്ച് കാര്യങ്ങൾ, പ്രകൃതിയിലെ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് അതിനെ ബന്ധപ്പെടുത്തി അതിനെ പഠിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അധ്യാപകരും കുറേ മാറേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ എല്ലാത്തിലും പിന്നെ എന്താ പറയുക, ഇതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു രീതി മാറിയാൽ മാത്രമേ നമ്മുടെ പഠനം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം കാണാതെ പഠിക്കുക, അതിലവർക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്കിൽസ് വേണ്ട വിധത്തിൽ ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ചിട്ടയായിട്ടുള്ള ഒരു പഠന രീതി, ആ പഠന രീതിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ യോഗയും മെഡിറ്റേഷനും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം പേരിനാണ്. അതെല്ലാം ഒരു പീരീഡ് യോഗ, ഒരു പീരീഡ് അല്ലെങ്കിൽ PT ഒരു പീരീഡ്. ഈ PT എന്ന് പറയുന്ന പീരീഡും യോഗ എന്ന് പറയുന്ന പീരീഡും ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് ശരിക്കും ചോദിക്കാനുള്ളത്. കാരണം ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പീരീഡിലൂടെ ആ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളൊരു വഴിപാട് പോലെ ആ ഒരു പീരീഡ് അങ്ങോട്ട് തള്ളി നിൽക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിന് പോർഷൻ തീരാത്തതുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും. പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ ആ ഒരു പീരീഡിൽ ആ കുട്ടിക്ക് അവൻ ഡെയിലി ചെയ്യേണ്ട ഒരു വ്യായാമ മുറകളെക്കുറിച്ചും അവനെ ബോധവാനാക്കുകയും അവനത് ഡെയിലി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. ഇത് പിന്നെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തിടത്തോളം കാലം നമ്മുടെ വിദ്യാഭ്യാസം അത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. കാരണം ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് ന്യൂനതകളുണ്ട്. എന്താണോ നേടേണ്ടത് അത് ഒട്ടും തന്നെ നേടുന്നില്ല എന്ന് തന്നെ പറയണം. കാരണം കുറേ പഠിക്കുന്നു, എന്തൊക്കെയോ പഠിക്കുന്നു, അതെന്താണെന്ന് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പോലും ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ അത് മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ ആ ക്ലാസ് റൂം സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ നമ്മൾ നിരന്തരം നിത്യേന കാണുന്ന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ആ കുട്ടിയിൽ ആ ഒരു ഇമേജ് കൃത്യമായിട്ട് നിലനിൽക്കുള്ളൂ. അപ്പോൾ അവനത് പഠിച്ചത് ഒരിക്കലും മറക്കില്ല. പിന്നെ മാത്രമല്ല, അവനത് എത്ര കാലം കഴിഞ്ഞാലും ആ കുട്ടി അത് ഓർക്കുകയും അവൻ്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ ഒരു നല്ല പിന്നെ അവന് താല്പര്യമുള്ള ഒരു വിഷയം അവൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങുകയും അവനെ അനലൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഒന്നുമില്ലാത്തവരെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പഠന രീതി മാറേണ്ടതുണ്ട്. കാരണം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് എത്രയോ മികച്ചതാണ്. പക്ഷേ അതിലേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ് അത് നമ്മുടെ വിദ്യാഭ്യാസം എവിടേക്കോ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. കാരണം പിന്നെ നമുക്കിത്രയും മികച്ചമായിട്ടുള്ള ഒരു പഠന രീതി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഉണ്ടായിട്ട് നമ്മളത് അറിയാതെ നമ്മൾ അന്ധരായിട്ട് നടക്കുകയാണ്. കാരണം നമ്മൾ കണ്ണ് കാണാത്തവരെ പോലെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിട്ടും ഒന്നും അതിനെക്കുറിച്ച് അറിയാതെയും നമ്മൾ പിന്നെ എന്നിട്ട് നമ്മൾ പിന്നെ നമ്മുടെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കുട്ടിയും മിടുക്കന്മാരാണ് അല്ലെങ്കിൽ മിടുക്കികളാണ്, എല്ലാവരും മിടുക്കരാണ്. ആ ഒരു ബോധമാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ കാലത്ത് അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ മതി. അത്രേ വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ളൂ. നീ മിടുക്കനാണ് എന്നും നീ മിടുക്കിയാണെന്നും നിനക്ക് ധാരാളം കഴിവുകളുണ്ട് എന്നും ഉള്ള ഒരു ചിന്ത അവനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് അവളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് മാത്രം മതി ഒരു വിദ്യാഭ്യാസം വളരെ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഒരു സമൂഹം മുന്നോട്ട് പോകാനും. ആ ഒരു ചിന്ത മാത്രം മതി. ആ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം. അതിന് നമുക്ക് ഭഗവത്ഗീതയെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് യോഗ അതുപോലെ ജോഗിങ്, അതുപോലെ
പിന്നെ ഒരുപാട് വ്യായാമ മുറകളിൽ നമ്മുടെ നമ്മുടെ സിലബസിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളായിരിക്കും ഈ ലോകത്തെ മിടുക്കരായ കുട്ടികൾ. അത്രയ്ക്കും ശ്രേഷ്ഠമായൊരു സംസ്കാരം കയ്യിലുണ്ടായിട്ട് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കണം. അപ്പോൾ പിന്നെ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ നമുക്കത് അവൈലബിളാണ്. പക്ഷേ നമ്മളത് അറിയുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങൊക്കെ വരുമ്പോഴൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് നേടിയെടുക്കാമെന്നുള്ള ഒരു ചിന്തയാണ് ശരിക്കും അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഓരോ കുട്ടിയുടെയും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികളുടെ കുറ്റവും കുറവും അല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കുട്ടികൾക്ക് എന്തുകൊണ്ട് കുറ്റവും കുറവും വരുന്നു എന്നുള്ളതിൻ്റെ കാരണം അന്വേഷിക്കണം. അപ്പോൾ കാരണം അന്വേഷിക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളെ മികച്ച കുട്ടികളാക്കി മാറ്റാം. അതിന് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടായ ഒരു പ്രയത്നം അത് കൂടിയേ കഴിയൂ. പിന്നെ ഗവൺമെൻറ്റിൻ്റെയും വേണം. കാരണം നമ്മുടെ ഇന്നത്തെ ഒരു ചട്ടക്കൂട് അങ്ങനെയാണ്. ടീച്ചർമാർക്ക് ചെയ്യുന്നതിന് പരിധിയുണ്ട്. എന്നാലും അവരെ മാറ്റിയെടുക്കണമെങ്കിൽ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും മാറണം. അപ്പോൾ നമ്മുടെ കുട്ടികളെ ശരിക്കും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കുട്ടിയെ സന്തോഷവും ഉള്ള ഒരാളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം മാറ്റം വരുത്തിയേ തീരൂ എന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് കാലം കുട്ടികളുമായിട്ട് ഇരുന്ന് പഠിപ്പിച്ച 10-30 വർഷം കുട്ടികളുടെ കൂടെ ഇരുന്ന് ഒരു ടീച്ചർ എന്ന നിലയിലുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഓരോ ചുവടും നല്ല ഒരു ചുവട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വിജയം കാണുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. എല്ലാ അധ്യാപകർക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. നല്ല രീതിയിൽ ഈ ഒരു വിദ്യാഭ്യാസം ആരോഗ്യമുള്ള സന്തോഷമുള്ള കുട്ടികളെയും സമൂഹത്തെയും സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.